സരസ്വതി ശാപം നിമിത്തം ലക്ഷ്മീദേവി ധർമ്മധ്വജൻ എന്ന രാജാവിന്റെ പുത്രിയായ തുളസിയായി ജന്മമെടുത്തു. ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ വിഷ്ണുവിന്റെ അംശമായ ശംഖചൂഡൻ എന്ന അസുരനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ദേവന്മാരെ ജയിക്കാൻ ശംഖചൂഡൻ ബ്രഹ്മാവിൽ നിന്നും ഒരു വരം നേടിയിരുന്നു. ഒപ്പം വിഷ്ണു കവചവും സമ്പാദിച്ചിരുന്നു. ഇതിന്റെ അഹങ്കാരത്തിൽ ദേവലോകം കീഴ്പ്പെടുത്തി ത്രിലോകം ശംഖചൂഡൻ അടക്കി ഭരിക്കുവാൻ തുടങ്ങി. ഇതിൽ പരിഭ്രാന്തരായ ദേവന്മാർ ഭയന്നോടി വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു. ദുഃഖിതരായ ദേവന്മാരോട് മഹാവിഷ്ണു പറഞ്ഞു, ഇപ്പോൾ ശംഖചൂഡനെ ഒന്നും ചെയ്യുവാനാവില്ല. വരബലത്താൽ അദ്ദേഹം ശക്തനാണ്. കൃഷ്ണാവതാര കാലത്ത് എന്റെ ഭക്തനായിരുന്ന സുദാമാഗോപനാണ് ഈ അസുര രാജാവ്. മഹാലക്ഷ്മിയുടെ അംശാവതാരമായ തുളസിയാണ് ഭാര്യ. തുളസിക്ക് ചാരിത്രഭംഗം വന്നാൽ മാത്രമേ അയാൾക്ക് മരണം സംഭവിക്കുകയുള്ളൂ. കാമദേവൻ നൽകിയ വരമാണിത്. ശ്രീ മഹാദേവൻ തന്നെ ഇക്കാര്യത്തിൽ പ്രവർത്തിക്കണം. അങ്ങനെ ദേവന്മാർ മഹാദേവനെ അഭയം പ്രാപിച്ചു. മഹാദേവൻ ശംഖുചൂഡന്റെ അടുത്ത് ദൂതന്മാരെ അയച്ച് ദേവന്മാരുടെ പിടിച്ചെടുത്ത മുതലുകൾ തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ശംഖുചൂഡൻ അത് അനുസരിച്ചില്ല. പകരം യുദ്ധത്തിന് പറഞ്ഞയച്ചു. അങ്ങനെ അതിഭയങ്കര യുദ്ധം നടന്നിട്ടും വിജയം ആരുടെ ഭാഗത്തുമായില്ല. തൃശൂലം 5 പ്രാവശ്യം പരാജയപ്പെടുകയും തുളസിയുടെ പാതിവ്രത്യം നഷ്ടപ്പെടാതെ ശംഖുചൂഡനെ പരാജയപ്പെടുത്താൻ ആവില്ലെന്ന സത്യം ദേവന്മാർക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ മഹാവിഷ്ണു തന്റെ അംശാവതാരമായ ശംഖുചൂഡന്റെ രൂപമെടുത്ത് വിജയം നേടിയ ഭാവത്തിൽ മഹാവിഷ്ണു തുളസിയുടെ അരികിലെത്തി. സന്തോഷാധിക്യത്താൽ ചന്ദ്രചൂഡനാണെന്നു കരുതി തുളസി മഹാവിഷ്ണുവിനെ ആലിംഗനം ചെയ്തു. തത്സമയം തന്നെ പരമശിവന്റെ അസ്ത്രം ജ്വലിച്ചുകൊണ്ട് ശംഖുചൂഡന്റെ നേരെ പാഞ്ഞു ചെല്ലുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. ആലിംഗനം ചെയ്ത മഹാവിഷ്ണുവായ ശംഖുചൂഡനിൽ തുളസിക്ക് പന്തികേട് തോന്നുകയും സത്യമാരായുകയും ഇല്ലെങ്കിൽ താങ്കളെ നശിപ്പിക്കുമെന്ന് ക്രോധാകുലയായി പറയുകയും ചെയ്തു. അങ്ങനെ മഹാവിഷ്ണു തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവത് ദർശനത്തിൽ ഭക്തപരവശിയായ തുളസി ഭഗവാനെ പ്രണമിച്ചുകൊണ്ട് ചോദിച്ചു, ഭഗവാനെ, അങ്ങ് ഈ ചതി ചെയ്തത് എന്തിനാണ്? പതിവ്രതയായ എന്റെ ചാരിത്രം നശിപ്പിക്കാൻ തുനിഞ്ഞത് ശരിയാണോ? ഒടുവിൽ തുളസി സത്യം മനസ്സിലാക്കുകയും ലോകപരിപാലനത്തിനും ശാപമോചനത്തിനും വേണ്ടിയാണ് ഞാനിത് ചെയ്തതെന്ന് മഹാവിഷ്ണു തുളസിയോട് പറയുകയും ചെയ്തു. ഈ സമയം തുളസി ശരീരം നിശ്ചലമായി നിലംപതിച്ചു. ആത്മാവ് ലക്ഷ്മി രൂപത്തിൽ ലയിച്ചു. തുളസിയുടെ ശരീരം ദ്രവിച്ച് മണ്ണിൽ ലയിച്ചു ചേരുന്ന സ്ഥലം ഖണ്ഡകി എന്ന പുണ്യ നദിയാകുമെന്നും തലമുടി ലോകത്തിൽ തുളസിച്ചെടിയായി തീരുമെന്നും തുളസീദളം 3 ലോകത്തിലും ദേവപൂജയ്ക്ക് ശ്രേഷ്ഠമായി തീരുമെന്നും തുളസിമാല ഞാൻ എന്നും എൻ്റെ കഴുത്തിൽ അണിയുമെന്നും വിഷ്ണു പറഞ്ഞു. ഭൂതപ്രേത പിശാചുക്കളോ ഒരു തരം ക്ഷുദ്രജീവികളോ തുളസി സാമീപ്യമുള്ളിടത്തു കടക്കുകയില്ല. നവഗ്രഹ സാന്നിധ്യമുള്ളതിനാൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. മൃതദേഹം ലയിച്ച ഖണ്ഡകി നദിയായ സ്ഥാനത്ത് മഹാവിഷ്ണു ശിലാരൂപത്തിൽ വളർന്നു. ആ ശില പൊട്ടിപ്പിളർന്ന് പല കഷ്ണങ്ങളായി ഈ നദിയിൽ പതിക്കുകയും ചെയ്തു. അതിനെ സാളഗ്രാമം എന്ന പേരിൽ ഭക്തന്മാർ പൂജിക്കുന്നു. തുളസിക്കാട് കണ്ട് മരിക്കുന്നവർക്കും തുളസിമാല ധരിക്കുന്നവർക്കും മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും തുളസി ചെടി വൃത്തിയുള്ള സ്ഥലത്ത് നടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുന്നതിനും നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുന്നതിനും തുളസി ചെടി സഹായിക്കുന്നു. ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് കിഴക്കുവശത്ത് നിന്നുള്ള വാതിലിനു നേർക്കായി വേണം തുളസിത്തറ നിർമ്മിക്കേണ്ടത്. വീടിന്റെ തറയേക്കാൾ അല്പം ഉയർന്നതായിരിക്കണം തുളസിത്തറ. തുളസി വിവാഹ ദിനത്തിൽ ഭർത്താവിന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി സ്ത്രീകൾ വ്രതമെടുക്കുന്നു. ഈ ദിനത്തിൽ മന്ത്രം ജപിച്ച് തുളസിക്ക് ജലം അർപ്പിക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനും ദാമ്പത്യബന്ധം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതിനും തുളസി വിവാഹ ദിനത്തിലെ വ്രതം സഹായിക്കുന്നു. ഇവരിൽ മഹാവിഷ്ണുവിന്റെയും തുളസിയുടെയും സാന്നിധ്യവും അനുഗ്രഹവും എപ്പോഴും നിലനിൽക്കുമെന്നാണ് വിശ്വാസം.